ഹായ് ഓൾ ഓഫ് യു. നമ്മൾക്ക് പറയാനുണ്ടായിരുന്ന ഒരു റേഷ്യോ ആയിരുന്നു ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് വേറൊരു ടേമിൽ വിളിക്കാം ടേൺ ഓവർ റേഷ്യോ. അഥവാ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തുള്ള റിസോഴ്സസ് എന്തും ആവട്ടെ, ഈ റിസോഴ്സസ് എത്ര പെട്ടെന്നാണ് നമ്മൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സാധാരണ ഈ ആക്ടിവിറ്റി റേഷ്യോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസ്, ഇത്ര ടൈംസിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യും. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്രയാണ് അത് നമ്മൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ടൈംസിലാണ് സാധാരണ ഇത്ര ടൈംസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോയിൽ ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രിയുടെ വേറൊരു പേരാണെന്ത് സ്റ്റോക്ക് ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ സ്റ്റോർ റൂമിൽ വെക്കാറുണ്ട്. ഈ സ്റ്റോർ റൂമിൽ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളെടുത്ത് വന്ന് വാങ്ങിക്കുകയോ ചെയ്യാം അല്ലേ, രണ്ട് ഓപ്ഷനും ഉണ്ട്. സോ ഇങ്ങനെ ആകുന്ന സമയത്ത് ഈ ഒരു സ്റ്റോർ റൂമിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഗുഡ്സ് എത്ര പെട്ടെന്നാണ് നമ്മൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. So normally the equation for inventory turnover ratio is equal to stock turnover ratio is equal to cost of goods sold divided by average stock. രണ്ട് കോമ്പോണൻസ് ആണ് അതിലുള്ളത്. വൺ ഇസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ദ അതർ വൺ ഇസ് ആവറേജ് സ്റ്റോക്ക്. രണ്ട് കോമ്പോണൻസ് ആണുള്ളത്. സോ എങ്ങനെയാണ് ഇനി ഈ ഒരു കോമ്പോണൻസ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. സാധാരണ നമ്മൾ പലയിടത്തായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. അതിന് രണ്ട് രീതിയിലുള്ള ഇക്വേഷൻ ആണുള്ളത്. വൺ ഇസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കോമ്പോണൻസിനനുസരിച്ചിട്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പർച്ചേസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യും. അതർവൈസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലെ എലമെൻറ്റ്സ് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ പിന്നീട് പറയാനുള്ളത് ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്ക് നമ്മൾ നോർമലി ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടേക്ക് ഇറ്റ് ആസ് ആവറേജ് സ്റ്റോക്ക്. അത് തന്നെ ആവറേജ് സ്റ്റോക്കായിട്ട് എടുത്താൽ മതി. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഓക്കെ. സോ നമുക്ക് ഇവിടെ ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്താണെന്നുള്ളതാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസറിനെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ടൈംസിലാണ് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത്. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. എന്നാൽ ഇനി നിങ്ങൾക്ക് ഇതിനെ നമുക്ക് എത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ അത് ടേൺ ഓവറായിട്ട് കൺവേർട്ട് ചെയ്യും എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എത്ര മന്ത് കൊണ്ടാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം. സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ ആൻ ഇയർ. ഇത് ഏതിലാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചത് അത്. ഇപ്പോൾ ഇയറിൽ ഡേയ്സ് ആണ് ചോദിച്ചതെങ്കിൽ 365 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ല ഇത് മന്തിലാണ് ചോദിച്ചതെങ്കിലോ 12 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ദ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ക്യാരേജ് ഓൺ പർച്ചേസ് ഇസ് ദ ക്യാരേജ് ഓൺ പർച്ചേസസ് ദ സെയിൽ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. സോ ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം ഇതിൽ പർച്ചേസ് വരുന്നുണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ്
എക്സ്പെൻസ് ആണ് നമ്മുടെ ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറയുന്നത്. അത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് പഠിച്ചിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ, അഥവാ ഈ ഒരു ഇക്വേഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഓപ്പണിംഗ്, അതിൽ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടാൻ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ്, ഞാൻ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, മൈനസ് ക്ലോസിംഗ് എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് 40,000, ദെൻ ദ പർച്ചേസ് ഇസ് 1,20,000, ദെൻ ക്യാരേജ് ഓൺ പർച്ചേസ് ഇസ് 10,000 മൈനസ് ക്ലോസിംഗ് 30,000. ഓക്കെ, നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 40,000 പ്ലസ് 1,20,000 1,60,000 പ്ലസ് 10,000 1,70,000 1,70,000 മൈനസ് 30,000, അപ്പോൾ നിങ്ങൾക്ക് 1,40,000 കിട്ടും. അതാണ് നമ്മുടെ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇനി ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആവറേജ് സ്റ്റോക്ക് നമ്മൾ നോർമലി കാണുന്നത് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് എത്രയാണ് ഇവിടെ 40,000 രൂപ അല്ലേ, ക്ലോസിംഗ് എത്രയാണ് 30,000. സോ 70,000 ഡിവൈഡഡ് ബൈ 2 35,000. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നോർമൽ ഒരു നല്ലൊരു ഓർഗനൈസേഷനാണ് എങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം വിൽ ബി 8 times. ഇതിൻ്റെ ഉള്ളിൽ നമുക്കത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, അഥവാ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ദെൻ ദ ടോട്ടൽ സെയിൽ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ ഒരു 3 കോമ്പോണൻസും ഉണ്ട്. സോ ഈ 3 കോമ്പോണൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇക്വേഷൻ ഇസ് ദ സെയിം. ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്, റൈറ്റ്. സോ നമുക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇതിൽ നമ്മൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു, സെയിൽസ് മൈനസ് പ്രോഫിറ്റ് എന്നുള്ള ഇക്വേഷൻ. ഇവിടെ സെയിൽ ഇസ് 5 lakh, ദെൻ പ്രോഫിറ്റ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത് 20% ഓൺ സെയിൽ. സോ 20% ഓൺ സെയിൽ എന്ന് പറയുമ്പോൾ 5 lakhൻ്റെ 20%, ദാറ്റ് ഈസ് 1 lakh. സോ നമുക്ക് ആൻസർ കിട്ടും 4 lakh എന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി 4 lakh. ഓക്കെ, 4 lakh. ദെൻ ദ ആവറേജ് സ്റ്റോക്ക്, നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, ക്ലോസിംഗ് സ്റ്റോക്കാണ് തന്നിട്ടുള്ളത്. സോ ടേക്ക് ഇറ്റ് ആസ് ആവറേജ് സ്റ്റോക്ക് 80,000. സോ 4 lakh ഡിവൈഡഡ് ബൈ 80,000 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ വരുന്നത്, ദാറ്റ് വിൽ ബി ദ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇതിൻ്റെ ആൻസർ ടൈംസിലാണ് നിങ്ങൾ എഴുതുക. ഇനി നിങ്ങൾക്ക് ഇതിൽ സ്റ്റോക്ക് വെലോസിറ്റിയാണ് ചോദിച്ചതെങ്കിലോ, മുകളിൽ നിങ്ങളെടുത്ത് ഡേയ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള ആൻസറിൻ്റെ മുകളിൽ 365 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ചെയ്യാം. അതർവൈസ് ഇൻ മന്തിലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 12 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ചെയ്യാം. ഓക്കെ.